കഴിഞ്ഞ 10 വർഷമായി ഭരണത്തിൽ തുടരുന്ന കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോട് വഞ്ചനാപരമായ നയങ്ങളാണ് സ്വീകരിക്കുന്നതെന്ന് പട്ടികജാതി പട്ടികവർഗ സമുദായങ്ങളുടെ കൂട്ടായ്മയായ ആനുപാതിക പ്രാതിനിധ്യ പ്രക്ഷോഭ സമിതി എന്ന APPS-ന്റെ ഭാരവാഹികൾ പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഇടതുപക്ഷ സർക്കാർ ഒന്നൊന്നായി നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആരോപിച്ചു. കഴിഞ്ഞ 10 വർഷമായി ഭരണത്തിൽ തുടരുന്ന കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോട് വഞ്ചനാപരമായ നയങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് പട്ടികജാതി പട്ടികവർഗ സമുദായങ്ങളുടെ കൂട്ടായ്മയായ ആനുപാതിക പ്രാതിനിധ്യ പ്രക്ഷോഭ സമിതി ഭാരവാഹികൾ പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ 100-ൽ അധികം വലുതും ചെറുതുമായ സമുദായങ്ങളുടെ കൂട്ടായ്മയാണ്. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പട്ടികജാതി വിഭാഗങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമപരമായും ജനകീയമായും ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ള ഞങ്ങളുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തേണ്ടി വന്നിട്ടുള്ളത്. ഞങ്ങളിൽ പലരും അല്ല, ഭൂരിപക്ഷവും ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. പക്ഷെ ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഈ സർക്കാർ ബോധപൂർവം തടസ്സം സൃഷ്ടിക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്കിങ്ങനെ ഒന്ന് മാറി ചിന്തിക്കേണ്ടി വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസവും ആ വിദ്യാഭ്യാസത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഉദ്യോഗവും അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും കൊണ്ടാണ് ഈ സമൂഹം മുന്നോട്ട് വന്നിട്ടുള്ളതും അതിൽ നിന്നാണ് കൂടുതൽ അനന്തര തലമുറകളെ വളർത്തിക്കൊണ്ടുവരാനും കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന ഒരു ഗവൺമെൻറ് മറ്റ് പദ്ധതികൾക്കൊക്കെ തടസ്സം നിൽക്കുന്നുണ്ട്. എങ്കിലും പ്രധാനമായിട്ട് ഈ വിദ്യാഭ്യാസത്തിന് ഗവൺമെൻറ് തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസം സർക്കാർ ബോധപൂർവം തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഇതിനുവേണ്ടി ഗ്രാന്റ് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കാണ് ഇതുമൂലം പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നിരിക്കുന്നത്. ഇതിനോടകം വിദ്യാഭ്യാസമുള്ള കുറേ പേരെങ്കിലും കേരളത്തിലുണ്ടെങ്കിലും അവർക്ക് ജോലി ലഭിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. സർക്കാർ ഓഫീസുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പിൻവാതിൽ നിയമനങ്ങളാണ് നടക്കുന്നത്. സർക്കാർ തലത്തിലുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങളിലെ തുക ചിലവഴിക്കാതിരിക്കുകയും വകമാറ്റി മറ്റു മേഖലയിൽ ചിലവഴിക്കുകയുമാണ് ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് ഏക്കർ മിച്ചഭൂമി കേരളത്തിലുള്ളപ്പോഴാണ് റെയിൽവേ പുറമ്പോക്കിലും മറ്റും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ളവർ കഴിയുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളും ഇടതുപക്ഷ സർക്കാർ ഒന്നൊന്നായി നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. APPS സംസ്ഥാന ജനറൽ സെക്രട്ടറി A. ശശിധരൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് P.E. വേണുഗോപാൽ, KPMS പ്രസിഡന്റും APPS ജോയിന്റ് സെക്രട്ടറിയുമായ C. രാജപ്പൻ, S. സജിത്ത്, PD. സുരേഷ്, PV. നടേശൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.